ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പറ്റിയ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ മാം പഠിപ്പിച്ചു തന്നത് നമ്മുടെ മുടിയിൽ എങ്ങനെ ഹെയർ പാക്ക് ഇടാം, ഹെയർ പാക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വിധവും പിന്നെ നമ്മുടെ മുടിയിൽ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യിക്കണം എന്നുള്ളതും കൂടെ ഒരു കുട്ടീൻ്റെ തലയിൽ നിന്ന് ഇട്ടിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ് കുട്ടി അതിൻ്റെ തലയിൽ ഇട്ടിട്ട് കാണിച്ചു തരുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ പാക്കൊക്കെ ഞങ്ങൾ ഇന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ക്ലാസ് റൂമിൽ വെച്ച് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തയ്യാറാക്കിയ ശേഷം അപ്പോൾ ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആളുടെ തലയിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പാക്ക് തന്നിട്ട് ഓരോരുത്തരോട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെയാണ് രസം. അപ്പോൾ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ മാം ചെയ്ത് നമുക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ഫസ്റ്റ് ടൈം അല്ലേ, അപ്പം നമ്മൾ പഠിച്ചു വരുന്നതല്ലേ, അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇതിടേണ്ടതാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ തിരിച്ച് നമ്മുടെ ടൗണിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പം നാളെയാണ് ലാസ്റ്റ് ദിവസം. ഇന്നിപ്പോൾ റാസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നപ്പോഴത്തേനും ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ നിന്നത് അവരുടെ ചെണ്ടകൊട്ടലും പിന്നെ മാതാവിൻ്റെ പ്രദക്ഷിണം കൊണ്ടുപോകുന്നതെല്ലാം എല്ലാം കൂടെ കണ്ട് അങ്ങനെ കുറേ നേരം ഞാനും ഇച്ചാനും കുഞ്ഞുങ്ങളും അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത് വെച്ചാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൈഡിൽ കൂടെ അവർ പോയെങ്കിലും ഗതാഗത കുരുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളും എത്ര നേരം തന്നെ അവിടെ നിന്ന് അത് കാണാമെന്ന് വിചാരിച്ച് പങ്കെടുക്കാനും പറ്റിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പം ആരും വന്നിട്ടില്ലായിരുന്നു. വീട്ടിലാണെങ്കിലും ഞങ്ങളാരും പോയിട്ട് പോയില്ലായിരുന്നു. എനിക്കിപ്പം ക്ലാസ്സും കാര്യങ്ങളും പോകുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിൽ മുൻപന്തിയിൽ ഞാൻ തന്നെ നിന്നേനെ. പക്ഷേ എനിക്കിപ്പോൾ പോകാനും പറ്റിയില്ല. ഇനിയിപ്പം ക്ലാസ് കഴിഞ്ഞിടം വരെ വെയിറ്റ് ചെയ്യാനേ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ ഭയങ്കര സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ട് തകർത്ത് പൊളിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അതെല്ലാം കണ്ടിട്ട് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞു ഇങ്ങനെ പോയി. അപ്പോൾ അവസാനം അതിൻ്റെ പ്രസിഡന്റുമാരും കാര്യങ്ങളെല്ലാം വന്നു. അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. ആകെ ടയേർഡായ ക്ഷീണമായി. വീട്ടിൽ പോയി കുളിച്ച് നനച്ചിട്ടൊക്കെ അപ്പം കിടന്നുറങ്ങാൻ നോക്കട്ടെ കൂട്ടുകാർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.